കൊലപാതകം ചെയ്ത് ജയിലിലിരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമ നാളെ റിലീസാവാൻ പോവുകയാണ്. കൊലപാതകം ചെയ്ത് ജയിലിലായിട്ടും ജാമ്യം കിട്ടി പുറത്തു വന്ന സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ സൂപ്പർ സ്റ്റാറാണ് ദർശൻ. ദർശന്റെ ഡെവിൾ എന്ന സിനിമ നാളെ റിലീസാവാൻ പോവുകയാണ്. നാളെയല്ല, ഡിസംബർ 11 റിലീസാവാൻ പോവുകയാണ്. ദക്ഷിണേന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്നതും ഒപ്പം ഒരു സൂപ്പർ സ്റ്റാറിന്റെ പതനത്തിന് സാക്ഷ്യം വഹിച്ചതുമായ രേണുകാസ്വാമി വധക്കേസാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വെള്ളിത്തിരയിൽ നായകനായി തിളങ്ങിയ ദർശൻ തുകുദീപ എന്ന ചലഞ്ചിങ് സ്റ്റാർ യഥാർത്ഥ ജീവിതത്തിൽ ഒരു വില്ലന്റെ വേഷം കെട്ടിയ ആ ക്രൂരതയുടെ കഥയാണിത്. ഈ സംഭവം കേവലം ഒരു വ്യക്തിവൈരാഗ്യത്തിന്റെ കഥ എന്നതിലുപരി താരങ്ങളെ ദൈവങ്ങളെ പോലെ ആരാധിക്കുന്ന ഇന്ത്യൻ സിനിമാ സംസ്കാരത്തിലെ ഫാൻ കൾച്ചറിന്റെ ഇരുണ്ട വശങ്ങളെ തുറന്നു കാട്ടുന്നതാണ്. 2024 ജൂൺ മാസത്തിൽ നടന്ന ഈ കൊലപാതകം അധികാരത്തിന്റെ ഹുങ്കും അന്ധമായ ആരാധനയും ഒന്നിക്കുമ്പോൾ എങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതം തകർന്നു പോകും എന്നതിന്റെ നേർചിത്രമാണ്. ഡെവിൾ ദി ഹീറോ എന്ന തന്റെ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ദർശൻ അറസ്റ്റിലായി എന്നത് തന്നെ വിധിയുടെ ഒരു വലിയ വിരോധാഭാസമായി ഇന്ന് നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാം. ഈ ക്രൂരതയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഇതിൽ ഉൾപ്പെട്ട കഥാപാത്രങ്ങളെ നമ്മൾ ആദ്യം അറിയണം. കഥാപാത്രങ്ങളല്ല, സിനിമയല്ല, ഇത് യഥാർത്ഥത്തിലുള്ള ജീവിതം തന്നെയാണ്, യഥാർത്ഥത്തിലുള്ള ആളുകളുടെ കഥയാണ് ഞാൻ ഇവിടെ പറയുന്നത്. കന്നഡ സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടന്മാരിൽ ഒരാളാണ് ദർശൻ. ഡി ബോസ് എന്നാണ് ആരാധകർ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്നത്. സ്ക്രീനിൽ അദ്ദേഹം നീതിക്ക് വേണ്ടി പോരാടുന്ന നായകനാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ദർശന്റെ പ്രതിച്ഛായ പലപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞിരുന്നതായിരുന്നു. 2011 സ്വന്തം ഭാര്യ വിജയലക്ഷ്മിയെ മർദ്ദിച്ച കേസിലടക്കം അദ്ദേഹം പ്രതിയായിരുന്നു. എന്നിട്ടും ഈ കേസുകളൊന്നും അദ്ദേഹത്തിന്റെ താരപ്പകിട്ടിനെയോ ആരാധക പിന്തുണയെയോ കാര്യമായി ബാധിച്ചിരുന്നില്ല. നിയമത്തിന് അതീതനായ ദൈവമാണ് ഞാൻ എന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ വളരാൻ ഈ അന്ധമായ ചിന്തയുടെ കാരണം പലതുമായിരുന്നു. ഈ കേസിലെ ഒന്നാം പ്രതി ദർശന്റെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നടിയും ഫാഷൻ ഡിസൈനറുമായ പവിത്ര ഗൗഡയാണ്. 10 വർഷത്തിലേറെയായി ഇവർക്ക് ദർശനുമായി ബന്ധമുണ്ടായിരുന്നു. ദർശൻ വിവാഹിതനായിരിക്കെ തന്നെ ഈ ബന്ധം തുടരുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ആരാധകർക്കിടയിലും വലിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമായിരുന്നു. രേണുകാസ്വാമിയെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയിലെ പ്രധാന സൂത്രധാര പവിത്ര ഗൗഡയാണെന്ന് പോലീസ് കുറ്റപത്രം ആരോപിക്കുന്നു. കാരണം രേണുകാസ്വാമി അയച്ച അശ്ലീല സന്ദേശങ്ങളിൽ പ്രകോപിതയായിട്ടാണ് അവർ ദർശനെ കൊണ്ട് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യിപ്പിച്ചത്. മൂന്നാമത്തെ പ്രധാന കഥാപാത്രം കൊല്ലപ്പെട്ട രേണുകാസ്വാമിയാണ്. ചിത്രദുർഗ സ്വദേശിയായ 33-കാരനായ ഇദ്ദേഹം ഒരു ഫാർമസി ജീവനക്കാരനായിരുന്നു. ഒപ്പം ദർശന്റെ കടുത്ത ആരാധകനും. ഇതിൽ കൂടുതൽ എന്താണ് അദ്ദേഹത്തിന് വേണ്ടല്ലേ? ഒരു ആരാധകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താണ് വേണ്ടത്? ഇത്രയും വലിയൊരു ക്രൂരതയാണ് ഒരു ആരാധകനോട് ഒരു സൂപ്പർ സ്റ്റാർ ചെയ്തത്. 2023 വിവാഹിതനായ അദ്ദേഹത്തിന്റെ ഭാര്യ സഹാന അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ ഗർഭിണിയായിരുന്നു എന്നത് ഈ കഥയുടെ ദുരന്ത പശ്ചാത്തലം വർദ്ധിപ്പിക്കുന്നതാണ്. ദർശന്റെ കുടുംബജീവിതം തകർക്കുന്നത് പവിത്ര ഗൗഡയാണെന്ന് രേണുകാസ്വാമി വിശ്വസിക്കുകയും ഈ വിശ്വാസം അദ്ദേഹത്തെ പൗത്രയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. @ഗൗതം KS 1990 എന്നൊരു വ്യാജ ഇൻസ്റ്റാഗ്രാം ID ഉപയോഗിച്ച് അദ്ദേഹം പൗത്രയ്ക്ക് ലൈംഗിക ചൊവ്വയുള്ള സന്ദേശങ്ങൾ, സ്വന്തം ജനനേന്ദ്രിയത്തിന്റെ ചിത്രങ്ങളും അയച്ചു. തന്റെ ദൈവമായ ദർശനെ രക്ഷിക്കാനാണ് താൻ ഇത് ചെയ്യുന്നതെന്ന തെറ്റായ ധാരണയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിന് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. അതിന് പക്ഷേ വിധി അയാൾക്ക് കൊടുത്തത് തൻ്റെ ജീവൻ തന്നെയായിരുന്നു. ദർശനെ സംബന്ധിച്ചിടത്തോളം ഇത് പോലീസിൽ പരാതി കൊടുത്തിരുന്നെങ്കിൽ എത്ര വലിയ ശിക്ഷ വേണമെങ്കിലും ഇയാൾക്ക് നൽകാമായിരുന്നു. അതിനെതിരെയാണ് ദർശൻ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് കടന്നത്. കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവവികാസങ്ങൾ ആരംഭിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. രേണുകാസ്വാമി അയച്ച അശ്ലീല സന്ദേശങ്ങൾ പവിത്ര ഗൗഡയെ വല്ലാതെ പ്രകോപിപ്പിക്കുകയും അവർ ഈ വിവരം തൻ്റെ സഹായിയായ പവനോടും പിന്നീട് ദർശനോടും പറയുകയും ചെയ്തു. തന്റെ കാമുകിയെ അപമാനിച്ചവനെ വെറുതെ വിടരുതെന്ന് ദർശൻ തീരുമാനിക്കുകയും ആരാണ് ഈ സന്ദേശങ്ങൾ അയക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ തന്റെ വിശ്വസ്തനായ രാഘവേന്ദ്രയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. രാഘവേന്ദ്ര ചിത്രദുർഗയിലെ ദർശൻ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റായിരുന്നു. സൈബർ സാങ്കേതിക വിദ്യയുടെ സഹായമില്ലാതെ തന്നെ പ്രാദേശിക സ്വാധീനം ഉപയോഗിച്ച് രാഘവേന്ദ്ര രേണുകാസ്വാമിയെ കണ്ടെത്തുകയും ദർശനെ നേരിട്ട് കാണാൻ അവസരം ഒരുക്കാമെന്ന് വാഗ്ദാനം നൽകി രേണുകാസ്വാമിയെ കെണിയിൽ വീഴ്ത്തുകയും ചെയ്തു. 2024 ജൂൺ 8 ചിത്രദുർഗയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറിയ രേണുകാസ്വാമി
പിന്നീട് ഹിരിയൂർ ടോൾ പ്ലാസയ്ക്ക് സമീപം വെച്ച് ഒരു എത്തിയോസ് കാറിലേക്ക് മാറിക്കയറുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ യാത്ര ഒരു മരണയാത്രയാണെന്ന് രേണുകാസ്വാമി അറിഞ്ഞിരുന്നില്ല. രേണുകാസ്വാമിയെ കൊണ്ടുവന്നത് ബംഗളൂരുവിലെ RR നഗറിലുള്ള പട്ടണഗരെ എന്ന സ്ഥലത്തുള്ള ഒരു വാഹന പാർക്കിംഗ് യാർഡായ ഷെഡിലേക്കാണ്. അവിടെ ദർശനും പവിത്രയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആരാധനാ പാത്രത്തെ കണ്ട സന്തോഷം അധികം നേരം നീണ്ടു നിന്നില്ല എന്നതാണ് സത്യം. ദർശൻ രേണുകാസ്വാമിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. മാപ്പപേക്ഷിച്ചിട്ടും ദർശന്റെ കോപം അടങ്ങിയില്ല. പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നതനുസരിച്ച് അതിക്രൂരമായ മർദ്ദനമാണ് രേണുകാസ്വാമിക്ക് നേരിടേണ്ടി വന്നത്. മരക്കഷ്ണങ്ങളും ലെതർ ബെൽറ്റും ഉപയോഗിച്ച് ദർശനും കൂട്ടാളികളും രേണുകാസ്വാമിയെ തല്ലിച്ചതച്ചു. ദർശൻ സ്വന്തം ബെൽറ്റൂരി അടിച്ചതായും തെളിവുകളുണ്ട്. ഇതിന്റെയെല്ലാം ക്രൂരത വർദ്ധിപ്പിച്ചത് ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഗ്ഗർ എന്ന ഉപകരണം ഉപയോഗിച്ച് രേണുകാസ്വാമിക്ക് ഷോക്ക് ഏൽപ്പിച്ചു എന്നതാണ്. ഇത് ശരീരത്തിൽ വലിയ പൊള്ളലുകൾ ഏൽപ്പിക്കാതെ തന്നെ കടുത്ത ഷോക്ക് നൽകാൻ ശേഷിയുള്ളതാണ്. രേണുകാസ്വാമിയെ മർദ്ദിക്കുമ്പോൾ പവിത്ര ഗൗഡയും അവിടെ ഉണ്ടായിരുന്നുവെന്നും ഇവനെ വെറുതെ വിടരുത്, ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അവർ ആക്രോശിച്ചതായും സ്വന്തം ചെരുപ്പ് കൊണ്ട് രേണുകാസ്വാമിയെ അടിച്ചതായും കുറ്റപത്രത്തിൽ പറയുന്നു. മർദ്ദനത്തിനിടയിൽ രേണുകാസ്വാമി ദയക്കായി കെഞ്ചുന്നതിന്റെ ഫോട്ടോ ഒരു പ്രതിയുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ദർശൻ രേണുകാസ്വാമിയുടെ നെഞ്ചിലും ജനനേന്ദ്രിയത്തിലും ആഞ്ഞു ചവിട്ടുകയും ആ ചവിട്ടാണ് മരണകാരണമായ ആന്തരിക രക്തസ്രാവത്തിന് വഴിവെച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മർദ്ദനത്തിനൊടുവിൽ രേണുകാസ്വാമി ബോധരഹിതനായി വീഴുകയും പിന്നീട് മരിക്കുകയും ചെയ്തു. തല ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. രേണുകാസ്വാമി മരിച്ചതോടെ സംഭവം കൊലപാതകമായി മാറി. ഇതോടെ ദർശനും കൂട്ടാളികളും തെളിവുകൾ നശിപ്പിക്കാനും കേസ് ഒതുക്കാനും ശ്രമിച്ചു. രാത്രിയുടെ മറവിൽ മൃതദേഹം ഷെഡിൽ നിന്ന് നീക്കം ചെയ്യുകയും കാമാക്ഷി പാളയത്തിനടുത്തുള്ള സുമനഹള്ളിയിലെ ഒരു ഓവുചാലിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. തെരുവു നായ്ക്കൾ മൃതദേഹം കടിച്ചു വലിക്കുന്ന നിലയിലാണ് പിന്നീട് സെക്യൂരിറ്റി ഗാർഡ് മൃതദേഹം കണ്ടെത്തുന്നത്. ദർശനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു ബി പ്ലാൻ തയ്യാറാക്കിയിരുന്നു. പണത്തിന് അത്യാവശ്യമുള്ള 4 യുവാക്കൾ, അവരെ രാഘവേന്ദ്ര, കാർത്തിക്, നിഖിൽ, നായിക്, കേശവമൂർത്തി, അങ്ങനെയാണ് അവരുടെ പേരുകൾ. അവരെ കണ്ടെത്തിക്കൊണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ വീതം നൽകാനും ജയിലിൽ കിടക്കുന്ന കാലയളവിൽ അവരുടെ കുടുംബത്തെ നോക്കിക്കൊള്ളാമെന്നും ദർശൻ വാഗ്ദാനം ചെയ്തു. ആകെ 30 ലക്ഷം രൂപയാണ് ഇതിനായി നീക്കിവെച്ചത്. സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ രേണുകാസ്വാമിയെ കൊന്നു എന്ന് പോലീസിനോട് പറയാനായിരുന്നു ഇവർക്ക് നൽകിയ നിർദ്ദേശം. എന്നാൽ ജൂൺ 10-ന് 4 യുവാക്കൾ കാമാക്ഷിപ്പാളയ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയപ്പോൾ അവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിന് സംശയമുണ്ടാക്കി. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലും ഫോൺ രേഖകളുടെ പരിശോധനയിലും ദർശന്റെയും പവിത്രയുടെയും പങ്ക് വെളിച്ചത്തായി. കൊലപാതകം നടന്ന സമയത്ത് ദർശനും പവിത്രയും പട്ടണഗരെ ഷെഡിൽ ഉണ്ടായിരുന്നു എന്ന് മൊബൈൽ ടവർ ലൊക്കേഷൻ തെളിയിച്ചതോടെ കേസിന്റെ ഗതി മാറുകയായിരുന്നു. 2024 ജൂൺ 11-ന് രാവിലെ മൈസൂരുവിലെ റാഡിസൺ ബ്ലൂ പ്ലാസ ഹോട്ടലിൽ ജിമ്മിൽ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡെവിൾ സിനിമയുടെ ഷൂട്ടിങ്ങിനാണ് അദ്ദേഹം അവിടെ എത്തിയത്. ബാംഗ്ലൂരുവിൽ നിന്നുള്ള പോലീസ് സംഘം ഹോട്ടലിലെത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. ഇതേ സമയം ബാംഗ്ലൂരിൽ വെച്ച് പവിത്ര ഗൗഡയെയും അറസ്റ്റ് ചെയ്തു. പോലീസ് കേസ് ബലപ്പെടുത്താൻ വേണ്ടി ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. അതിൽ ഏറ്റവും നിർണായകമായത് ദർശന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത വസ്ത്രങ്ങൾ. ദർശന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത വസ്ത്രങ്ങളിൽ, അതായത് ആ സമയത്ത് ധരിച്ചിരുന്നത് നീല ജീൻസും കറുത്ത ഷർട്ടുമായിരുന്നു. അതിൽ രേണുകാസ്വാമിയുടെ രക്തക്കറ കണ്ടെത്തിയതോടെയാണ് DNA പരിശോധനയിൽ ഇത് രേണുകാസ്വാമിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. CCTV ദൃശ്യങ്ങൾ, മെഗ്ഗർ ഉപകരണം, ചെരുപ്പ് എന്നിവയെല്ലാം പ്രധാന തെളിവുകളായി മാറി. 2024 സെപ്റ്റംബർ 3-ന് പോലീസ് 3991 പേജുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. പവിത്ര ഗൗഡ 1-ാം പ്രതിയും ദർശൻ 2-ാം പ്രതിയുമായിരുന്നു. ഈ കേസിന്റെ ഏറ്റവും വലിയ കൗതുകവും വിരോധാഭാസവും ദർശൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പേരാണ് ഡെവിൾ ദി ഹീറോ. 2024 മാർച്ചിൽ ആരംഭിച്ച സിനിമയുടെ ചിത്രീകരണം ജൂണിൽ ദർശന്റെ അറസ്റ്റോടെ നിലച്ചു. സിനിമയിലെ നായകനായ ഡെവിൾ വില്ലന്മാരെ ഇല്ലാതാക്കുന്ന ആളാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ നായകൻ തന്നെ വില്ലനായി മാറി. 2024 ഒക്ടോബർ 30-ന് ആരോഗ്യ കാരണങ്ങളാൽ നട്ടെല്ലിന് ശസ്ത്രക്രിയയായിരുന്നു ദർശന് വേണ്ടിയിരുന്നത്. ജാമ്യം ലഭിച്ച ഉടൻ തന്നെ അദ്ദേഹം ഡെവിൾ സിനിമയുടെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു. 2025 ഫെബ്രുവരിയിൽ മൈസൂരുവിൽ വെച്ച് വീണ്ടും ഷൂട്ടിംഗ് നടന്നപ്പോൾ പോലീസ് സംരക്ഷണയിലാണ്. 32 പോലീസുകാരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. നിങ്ങൾ ആലോചിക്കണം, കൊലക്കേസ് പ്രതിയായ നടൻ ആ ഒരു ഷൂട്ടിംഗിൽ പങ്കെടുത്തത്. ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. 1.6 ലക്ഷം രൂപയാണ് പോലീസ് സുരക്ഷയ്ക്കായി നിർമ്മാതാക്കൾ അടച്ചത്. ജയിലായിട്ടും ദർശന്റെ സ്വാധീനത്തിന് കുറവുണ്ടായില്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണിത്. പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ കഴിയുമ്പോൾ ദർശൻ മറ്റ് തടവുകാർക്കൊപ്പം റൗഡി ഷിറ്റർ വിൽസൺ, ഗാർഡൻ നാഗ ഉൾപ്പെടെയുള്ള വലിയ
തടവുകാർക്കൊപ്പമാണ് പൂന്തോട്ടത്തിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നതും കാപ്പി കുടിക്കുന്നതുമായ ഫോട്ടോ പുറത്തു വന്നത്. ഇത് വലിയ വിവാദമായി മാറിയിരുന്നു. അപ്പോഴാണ് പ്രത്യേകിച്ച് മലയാളികളടക്കം ഈ കേസിനെ കുറിച്ച് അറിയാൻ സാധ്യതയുള്ളത്. ജയിലിൽ ദർശന് രാജകീയ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് തെളിഞ്ഞതോടെ 9 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും തുടർന്ന് ദർശനെ ബല്ലാരി ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടെ കർണാടക ഹൈക്കോടതി നൽകിയ ജാമ്യത്തിനെതിരെ പോലീസ് സുപ്രീം കോടതിയെ സമീപിച്ചു. സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും വിചാരണയെ ബാധിക്കുമെന്നും പോലീസ് വാദിച്ചു. 2025 ഓഗസ്റ്റിൽ സുപ്രീം കോടതി നിർണായകമായ വിധി പുറപ്പെടുവിച്ചു. ഹൈക്കോടതിയുടെ ജാമ്യ ഉത്തരവ് റദ്ദാക്കിയ സുപ്രീം കോടതി ദർശനോടും കൂട്ടാളികളോടും ഉടൻ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. ഇതൊരു അപൂർവ നടപടിയായിരുന്നു. 2025 ഡിസംബർ വരെ ദർശൻ ജയിലിൽ തന്നെ തുടരുന്നു. ജയിലിൽ ഏകാന്തത അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞതിനാൽ ജയിൽ മാനുവൽ പ്രകാരം TV അനുവദിക്കാൻ കോടതി ഉത്തരവിട്ടു. 2025 ഡിസംബർ 11 ഡെവിൾ സിനിമ തിയേറ്ററുകളിൽ എത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. സ്ക്രീനിൽ കയ്യടി വാങ്ങുന്ന നായകൻ യഥാർത്ഥ ജീവിതത്തിൽ ഒരു സെല്ലിനുള്ളിൽ കുറ്റവാളിയായി കഴിയുകയാണ്. അല്ലാതെ പിന്നെ എന്താ ചെയ്യാലേ? പക്ഷെ ഇങ്ങനെ ഒരു നായകന്റെ, എന്നാൽ യഥാർത്ഥ ജീവിതത്തിലെ വില്ലന്റെ അവസ്ഥ ഇതാണ്. അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുമ്പോഴും സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. വേറെ ഏതെങ്കിലും ഒരു തടവ് പുള്ളിക്ക് ഇതുപോലെയുള്ള ഭാഗ്യങ്ങളും സുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കുമോ? ഈ ഒരു കാര്യത്തിൽ വളരെ മോശം തന്നെയാണ് ഈ ഒരു കാര്യം. ഏതൊരു കുറ്റവാളിയെയും പോലെ ജയിലിൽ കിടക്കേണ്ട ആള് ആഡംബര സുരക്ഷയിലെ അല്ലെങ്കിൽ ആഡംബര ജീവിതമാണ് അവിടെ ജയിലിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. രേണുകാസ്വാമി വധക്കേസ് സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ പാഠം വിഷലിപ്തമായ ആരാധന എത്രത്തോളം അപകടകരമാണെന്നാണ്. രേണുകാസ്വാമിയുടെ ഭാഗത്തും ഇവിടെ കുറ്റമുണ്ട്. പക്ഷെ മരിക്കാനുള്ള കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ ഒരാളുടെ കുറ്റം മാധ്യമ വിചാരണയോ എന്താ പറയുക, ഒരു പൊതുവായിട്ടുള്ള വിചാരണയോ ചെയ്യേണ്ടതല്ല. അതിന് ഇവിടെ കോടതികളുണ്ട്. ശിക്ഷ വിധിക്കാനായി, ക്രമസമാധാനം പാലിക്കാനായി പോലീസുണ്ട്. എന്തിനാണ് ഈ ഒരു ദർശൻ, അതും ഈ ഒരു എന്താ പറയുക സൂപ്പർ സ്റ്റാർഡത്തിന്റെ അത്രയും പീക്കിൽ നിൽക്കുമ്പോൾ ഇതുപോലൊരു കൊലപാതകം ചെയ്ത്? ഒപ്പം എത്ര വലിയ സ്വാധീനമുള്ള ആളായാലും തെളിവുകൾ ശക്തമാണെങ്കിൽ നിയമത്തിന് മുന്നിൽ മുട്ടുകുത്തു എന്നുള്ള ഒരു കാര്യവും ഇവിടെ തെളിയിക്കുന്നുണ്ട്. എത്ര സ്വാധീനമുണ്ടെങ്കിലും അയാൾ ഒരു ദിവസം പെടും. സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇതിനൊരു ഉദാഹരണം തന്നെയാണ്. തന്റെ പ്രിയപ്പെട്ട താരം തന്നെ തന്റെ ജീവൻ എടുത്തു എന്നത് രേണുകാസ്വാമിയുടെ ആത്മാവിന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത സത്യമായിരിക്കും. ഒരു ട്രോളൊക്കെ കണ്ടിരുന്നു, ദർശൻ നല്ല രീതിയിൽ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ജയിലിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന്, ആകാശത്ത് നിന്ന്, അത് സ്വർഗമോ നരകമോ അതൊന്നും അറിയില്ല, പക്ഷേ അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുമില്ലല്ലോ സ്വർഗം നരകമുണ്ടോ എന്ന്. പക്ഷേ ആ ഒരു ട്രോൾ വീഡിയോയിൽ കാണിക്കുന്നത് രേണുകാസ്വാമി അവിടെ നിന്ന് നോക്കി കാണുന്നതാണ്. ഇവിടെ ആഘോഷിക്കുന്ന ദർശനെ കുറിച്ച്. ദൈവങ്ങളെ സൃഷ്ടിക്കുന്നത് മനുഷ്യരാണെങ്കിൽ പോലും ഇതുപോലെയുള്ള വിഷജന്തുക്കളെ സൃഷ്ടിക്കുന്നതും മനുഷ്യരാണ്. അതായത് ആരാധന കൊണ്ട് അവർ ഇതുപോലെയുള്ള ക്രിമിനൽസിനെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അമിതമായി ഒരാളെ ആരാധിച്ച് അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നവർ എല്ലാവരും രേണുകാസ്വാമിയെ ഓർക്കുന്നത് നല്ലതായിരിക്കും.